ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിയമലംഘനം. പെരിയാറിലേക്ക് വീണ്ടും മാലിന്യമൊഴുക്കുന്നു. എടയാർ വ്യവസായ മേഖലയിൽ നിന്നുള്ള സ്വകാര്യ കമ്പനികളിൽ നിന്നാണ് മഴവെള്ളക്കാനയിലൂടെ കറുത്ത നിറത്തിലുള്ള മലിനജലം പെരിയാറിലേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. 26/6/2023 സമയം 2:48 രാത്രി 2:48 DICയുടെ സ്റ്റോം വാട്ടർ പോകാനുള്ള കുഴലുണ്ടാക്കി വെച്ചേക്കുന്ന സ്ഥലത്ത് കൂടി കറുത്ത് കരിക്കട്ട പോലുള്ള വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പെരിയാറിലേക്ക്. ഒരു മഴ പോലുമില്ല, മഴയിലൊന്നുമില്ല, കറുത്ത് വെള്ളം, ഭയങ്കര സ്മെല്ലുള്ള വെള്ളം. ഈ കാണ ഇവിടെ ആ കാണയുടെ അറ്റത്തേക്ക് അടിച്ച് ഇവിടെ രണ്ടായിട്ട് തിരിയണ പോലെയുണ്ട്. ഒരെണ്ണത്തിൽ കൂടിയാണ് കറുത്തത് ഇങ്ങനെ ഒഴുകി വന്നത്. ഇപ്പുറത്ത് കൂടി നല്ല വെള്ളം, ഇപ്പുറത്ത് കൂടി കറുത്ത വെള്ളം ഒഴുകി ഈ കാണ വഴി നേരെ പെരിയാറിലേക്ക് പോകണം. ഇവിടെ കാണിച്ചത് ഇന്നലെ രാത്രി നമ്മൾ മൊത്തം പെരിയാർ ഇൻഡസ്ട്രിയൽ ഏരിയ, പെരിയാർ റിവറൊക്കെ നമ്മൾ ഇൻസ്പെക്ഷനിലായിരുന്നു. രാത്രി 2:45 മണിക്കാണ് നമ്മൾക്ക് പെരിയാറിലേക്ക് കറുത്ത വെള്ളം ഒഴുകുന്നത് ശ്രദ്ധയപ്പെട്ടത്. അപ്പോൾ നമ്മൾ താഴ്ത്ത് വന്ന് ബ്രിഡ്ജ് ഇറങ്ങി താഴ്ത്ത് വന്ന് നോക്കി, ഈ മഴവെള്ളം ഒഴുകി പോണ കാണയിൽ കൂടെയാണ് പോകുന്നതായിട്ട് മനസ്സിലായത്. വന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു സോഴ്സ് കണ്ട് അത് കണക്ട് ചെയ്ത് ഇവിടെ വന്നൊരു സ്ലാബ് മാറ്റിയപ്പോൾ ഇവിടെ കണ്ടു. PCB കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരിവിടെ നിന്ന് സാമ്പിൾ എടുത്ത് അവർ പരിശോധിക്കാമെന്നാണ് പോകാൻ നോക്കി. നമ്മളവിടെ ശരിയാ പറ്റില്ല, അതൊരു സോഴ്സ് കണ്ടെത്തണം, ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി സാമ്പിളിംഗ് ആയിരിക്കണം, പോലീസിനെ വിളിക്കണം, ഇത്ര നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്ന ഒരുപാട് ഇഷ്യൂകളുണ്ടായി. അതിനുശേഷം ഇതിൻ്റെ ഫ്ലോ കുറച്ച് നിന്നു. നമ്മളിവരുടെ മേലുദ്യോഗസ്ഥർ പറഞ്ഞതും ഇത് രാവിലെ സ്ലാബ് പൊക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്നു. കാരണം നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരിതെല്ലാം തെളിവുകളും അട്ടിമറിച്ച് കളയും. അത് കുറച്ച് കഴിഞ്ഞ് പോലീസ് പോയപ്പോൾ തന്നെ പിന്നെ ഇവർ ഒഴുക്കാൻ തുടങ്ങി. പിന്നെയും 1 മണിക്കൂറോളം ഈ ഫ്ലോ പോയിക്കൊണ്ടിരുന്നു. അപ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു ഈ കമ്പനിയിൽ കയറി ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഈ കമ്പനിയിൽ കയറി ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ CG ലൂബ്രിക്കൻസ് എന്ന് പറഞ്ഞാൽ ഈ കമ്പനിയുടെ അകത്തുനിന്നാണ് ഈ DICയുടെ ഈ റോഡിൻ്റെ അടിയിൽ കൂടി ഇട്ടേക്കണ പൈപ്പ് കൂടി നമ്മുടെ കാണയിലേക്ക് വന്നുകൊണ്ടിരിക്കണം. DICയുടെ കാണയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നേരെ പെരിയാറിലേക്ക് ഒഴുകണം. അപ്പോൾ ഇത് മഴവെള്ളം ഒഴുകി പോകാനുള്ള ഒരു കാണയാണിത്. മഴയില്ലാത്ത കടുത്ത വേനലിൽ പോലും ഇതിൽ കൂടി വെള്ളം ഒഴുകാറുണ്ട്. നമ്മൾ വർഷങ്ങളായി PCBയുടെ അടുത്ത് പറയുന്നു, DICയുടെ അടുത്ത് പറയുന്നു, എന്തുകൊണ്ടാണ് മഴയില്ലാത്ത സമയത്ത് ഇതിൽ കൂടി വെള്ളം പെരിയാറിലേക്ക് ഒഴുകുന്നത്? കാരണം ഇവർ രാത്രി ഇത് ഒഴുക്കിക്കൂടി രാവിലെ ആകുമ്പോൾ ഫ്ലഷ് ഔട്ട് ചെയ്ത് നല്ല വെള്ളം അടിച്ച് മോട്ടർ വെച്ച് അടിച്ചിട്ട് ഇത് കഴുകിക്കളയും. അങ്ങനെ പെരിയാർ നമ്മളെ കറക്കുന്നു. ഇവരുടെ സ്മോൾ സ്കെയിലിൻ്റെ ഭാഗമായിട്ടുള്ള പെരിയാറിലേക്കുള്ള അവരുടെ മാലിന്യത്തിൻ്റെ സംഭാവന അവർ നടത്തുകയും ചെയ്യണം എന്ന് പറഞ്ഞു. ഇന്ന് CG പിടിച്ചു. ഇതേപോലെ ഒരുപാട് കമ്പനികൾ ഈ കാണയിൽ കൂടി അവർ ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഇനി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. കറുത്തൊഴുകിക്കൊണ്ടിരിക്കുന്നതാണ് DICയുടെ മഴവെള്ളക്കാനേക്കുടി. മഴവെള്ളം മുള്ള കാണേക്കുടി 26/6/24 രാവിലെ 6:10 ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ് പെരിയാറിലേക്ക്. PCBയുടെ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്, അവരൊക്കെ നിൽക്കുമ്പോൾ തന്നെയാണ് ഇത് നിലവിൽ ഇത് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. ഓയിലിൻ്റെ അംശമുണ്ട്, മഴ പെയ്തുകൊണ്ടിരിക്കുന്നതാണ്. വെളുപ്പിനെ 2:48 ഈ കാണേക്കൂടി ഒഴുകിയത് പിടിച്ചിട്ട് ഇപ്പോൾ വെളുപ്പിനെ വന്ന് നോക്കി പിന്നെ ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ. ഒരു മീൻ കമ്പനി ഇപ്പുറത്തുണ്ട്, അപ്പുറത്തൊരു ഓയിൽ കമ്പനിയുണ്ട്. ഇത് ആരൊക്കെയാണ് ഒഴുക്കണമെന്ന് കണ്ടെത്തിന് സ്ലാബൊക്കെ മാറ്റി ഇത് ചെയ്യണം. അത് ചെയ്യാനുള്ള ആവശ്യങ്ങൾ രാവിലെ മുതൽ ഉന്നയിച്ചിട്ട് ഇതുവരെ ഒന്ന് അധികൃതർ ഭാഗത്തുനിന്നൊരു നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. PCB സപ്പോർട്ട് ചെയ്യണം ഈ സ്ലാബൊക്കെ എടുത്ത് മാറ്റിയത് എവിടെ നിന്നാണ് ബൈപ്പാസ് ചെയ്യണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ. പക്ഷേ PCBയുടെ മേലുദ്യോഗസ്ഥരിൽ നിന്ന് ആ സപ്പോർട്ടിങ് ഇതുവരെ വന്നിട്ടില്ല. ഇന്ന് പുലർച്ചെ 2:45 പരിസ്ഥിതി പ്രവർത്തകരുടെ നിരീക്ഷണത്തിലാണ് ഈ നിയമലംഘനം കണ്ടെത്തിയത്. രാവിലെയും അത് തുടർന്നു കൊണ്ടിരിക്കുകയാണ്. PCB ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി മാലിന്യമൊഴുക്കുന്നത് നേരിൽ കാണുകയും ചെയ്തു. സമീപത്ത് നിരവധി കമ്പനികളുണ്ട്. ഇതിൽ ഏത് കമ്പനിയിൽ നിന്നാണ് ഇത്തരത്തിൽ മലിനജലം കാണയിലൂടെ പെരിയാറിലേക്ക് ഒഴുക്കുന്നതെന്ന് കണ്ടെത്തുന്നതിനായി സ്ലാബുകൾ ഇളക്കി മാറ്റണമെന്നും അതിനുവേണ്ട നടപടികൾ ഇതുവരെയും PCB സ്വീകരിച്ചില്ലെന്നും പരിസ്ഥിതി പ്രവർത്തകർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ഏലൂർ.